ഓക്കെ. അപ്പോൾ നമ്മൾ 10ാമത്തെ ചാപ്റ്റർ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ കിടക്കുകയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് അഥവാ ധനപരമായ വിപണികൾ എന്നുള്ള ഒരു ചാപ്റ്ററാണ് 10ാമത്തെ ചാപ്റ്റർ. നമ്മൾ 9 ചാപ്റ്റർ അവസാനിച്ചു. ഇനി 10ാമത്തെ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണി അല്ലെങ്കിൽ ധനപരമായ വിപണികൾ എന്നുള്ള 10ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. 10ാമത്തെ ചാപ്റ്ററാണ് ബിസിനസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അഥവാ ധനപരമായ വിപണി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് ആദ്യം നോക്കാം. മീനിങ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. എ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എക്സിസ്റ്റ് സെക്ടേഴ്സ് ഹൗസ്ഹോൾഡ്സ് വിച്ച് സേവ് ഫണ്ട്സ് ആൻഡ് ബിസിനസ് ഫേംസ് വിച്ച് ഇൻവെസ്റ്റ് ദീസ് ഫണ്ട്സ്. A financial market helps to link the savers and the investors by mobilizing funds between them. അപ്പോൾ എന്താണ് ധനകാര്യ വിപണി എന്ന് പറഞ്ഞാൽ എന്താ? ഓഹരികൾ, കടപ്പത്രങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ മുതലായ സാമ്പത്തിക ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള വിപണിയെയാണ് ധനകാര്യ വിപണി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഓഹരികൾ, കടപ്പത്രങ്ങൾ, ഗവൺമെൻറ് സെക്യൂരിറ്റികൾ മുതലായ സാമ്പത്തിക ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള വിപണിയെയാണ് ധനകാര്യ വിപണി എന്ന് പറയുന്നത്. ഹ്രസ്വകാല ദീർഘകാല ഫണ്ടുകൾ പ്രദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് ധനകാര്യ വിപണി എന്ന് പറയുന്നത്. ഹ്രസ്വകാല ദീർഘകാല ഫണ്ടുകൾ പ്രദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ശൃംഖലയെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് അഥവാ ധനകാര്യ വിപണി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റുകളുടെ ക്രിയേഷനും എക്സ്ചേഞ്ചിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടുള്ള ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക ആസ്തികളുടെ ക്രിയേഷനും എക്സ്ചേഞ്ചിനും വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും എക്സിസ്റ്റ് സെക്ടേഴ്സ് ഹൗസ്ഹോൾഡ്സ് വിച്ച് സേവ് ഫണ്ട്സ് ആൻഡ് ബിസിനസ് ഫേംസ് വിച്ച് ഇൻവെസ്റ്റ് ദീസ് ഫണ്ട്സ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ആരൊക്കെയാണ് വരുന്നത്? ഒന്ന് ഗാർഹിക ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗാർഹിക മേഖല സമ്പാദിക്കുന്ന പണവും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങളും എന്നിങ്ങനെയുള്ള രണ്ട് സമ്പദ് വ്യവസ്ഥകളാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് മേഖലകളാണുള്ളത്. ഒന്ന് ബിസിനസ് സ്ഥാപനങ്ങളും മറ്റൊന്ന് ഗാർഹിക മേഖലയും. ഗാർഹിക മേഖല എന്ന് പറഞ്ഞാൽ ഗാർഹിക മേഖല പണം സമ്പാദിക്കുകയും ആ പണം നിക്ഷേപിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. ഗാർഹിക മേഖലയിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരെയാണ് ധനകാര്യ വിപണികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം വിനിയോഗിക്കൽ എന്ന ധർമ്മം നിർവഹിക്കുന്ന ഇടനിലക്കാരായ സ്ഥാപനങ്ങളാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനമായി രണ്ട് മേഖലകളാണുള്ളത്. ഒന്ന് ബിസിനസ് സ്ഥാപനങ്ങളും പിന്നൊന്ന് ഗാർഹിക മേഖലയും. ഗാർഹിക മേഖല എന്ന് പറഞ്ഞാൽ ഗാർഹിക മേഖല പണം സമ്പാദിക്കുകയും ആ പണം നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. ഗാർഹിക മേഖലയിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവയാണ് ധനകാര്യ വിപണികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനാൽ ധനകാര്യ വിപണി പണം വിനിയോഗിക്കൽ എന്ന ധർമ്മം നിർവഹിക്കുന്ന ഒരു വിപണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റുകളുടെ ക്രിയേഷനും എക്സ്ചേഞ്ചിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിപണിയെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എക്സിസ്റ്റ് സെക്ടേഴ്സ് ഹൗസ്ഹോൾഡ്സ് വിച്ച് സേവ് ഫണ്ട്സ് ആൻഡ് ബിസിനസ് ഫേംസ് വിച്ച് ഇൻവെസ്റ്റ് ദീസ് ഫണ്ട്സ്. A financial market helps to link the savers and investors by mobilizing funds between them. സേവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ലിങ്ക് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഫണ്ട് മൊബിലൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്സ് ടു ലിങ്ക് ദ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സേവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ലിങ്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ബൈ മൊബിലൈസിങ് ദ ഫണ്ട്സ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള ഫണ്ടുകൾ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി സേവേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധനകാര്യ വിപണിയുടെ ആശയം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് മേഖലയാണുള്ളത്. ഒന്ന് ബിസിനസ് സ്ഥാപനങ്ങളും മറ്റൊന്ന് ഗാർഹിക മേഖലയും. ഗാർഹിക മേഖല എന്നുള്ളത് പണം സമ്പാദിക്കുകയും ആ പണം നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. ഗാർഹിക മേഖലയിൽ നിന്നും ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവയെയാണ് നമ്മൾ ധനകാര്യ വിപണികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനാൽ ധനകാര്യ വിപണി എന്നുള്ളത് പണം വിനിയോഗിക്കൽ എന്ന ധർമ്മം നിർവഹിക്കുന്ന ഒരു വിപണിയാണ് ധനകാര്യ വിപണി എന്ന് പറയുന്നത്.
ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ സമാഹരിക്കുകയും ഉൽപ്പാദന ലക്ഷ്യത്തിലേക്ക് വഴി തിരിച്ചു വിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത്. സമ്പാദ്യങ്ങൾ സമാഹരിക്കുക, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പാദ്യം സമാഹരിക്കുകയും ഉൽപ്പാദന ലക്ഷ്യത്തിലേക്ക് വഴി തിരിച്ചു വിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ വില കണ്ടെത്താൻ സഹായിക്കുന്നു, ഒരു ഉൽപ്പന്നത്തിന് വില കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ, ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. ഫസ്റ്റ് വൺ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ സമ്പാദ്യം സമാഹരിക്കുകയും ഉൽപ്പാദന ലക്ഷ്യത്തിലേക്ക് വഴി തിരിച്ചുവിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ധർമ്മം എന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ധർമ്മം എന്നുള്ളത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ വില കണ്ടെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്സ്, ധനകാര്യ ആസ്തികൾക്ക് ലിക്വിഡിറ്റി നൽകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. ധനകാര്യ ആസ്തികൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. സോ ദ തേർഡ് ഫംഗ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ അസറ്റുകൾക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. നാലാമത്തേത് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകളുടെ ചിലവിനെ കുറയ്ക്കുന്നു. റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ ചിലവ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിന് പ്രധാനമായിട്ടും 4 ഫംഗ്ഷനാണുള്ളത്. ഫസ്റ്റ് വൺ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് അല്ലെങ്കിൽ സമ്പാദ്യം സമാഹരിക്കുകയും ഉൽപ്പാദന ലക്ഷ്യത്തിലേക്ക് വഴി തിരിച്ചുവിടുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തേത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി അല്ലെങ്കിൽ വില കണ്ടെത്താൻ സഹായിക്കുന്നു. മൂന്നാമത്തേത് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ ധനകാര്യ ആസ്തികൾക്ക് ലിക്വിഡിറ്റി നൽകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. നാലാമത്തേത് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇടപാടുകളുടെ ചിലവ് കുറയ്ക്കുന്നു. അടുത്തത് ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ പ്രധാനമായിട്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് പ്രധാനമായിട്ടും രണ്ടാണ്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണി. ആ മൂലധന വിപണിയെ തന്നെ നമുക്ക് പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നും രണ്ടാക്കി തിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഡെപ്റ്റും വരുന്നുണ്ട്, ഇക്വിറ്റിയും വരുന്നുണ്ട്. മണി മാർക്കറ്റിൽ തന്നെ ഡെപ്റ്റും ഇക്വിറ്റിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റിലും സെക്കൻഡറി മാർക്കറ്റിലും ഡെപ്റ്റും ഇക്വിറ്റിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണിയെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് മണി മാർക്കറ്റും പിന്നൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പണവിപണി, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മൂലധന വിപണി. മണി മാർക്കറ്റിൽ തന്നെ ഡെപ്റ്റും ഇക്വിറ്റിയും വരുന്നുണ്ട്, കടവും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്വന്തമായി സമാഹരിച്ച മൂലധനവും വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിപണി, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദ്വിതീയ വിപണി. ഇതിനെ തന്നെ നമ്മൾ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്ന് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് മണി മാർക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ്സ് ഹൂസ് പീരിയഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 year. ദീസ് അസറ്റ്സ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മണി. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പണവിപണി എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകൾക്കുള്ള വിപണിയെയാണ് നമ്മൾ പണവിപണി എന്ന് പറയാം. പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധി എന്നുള്ളത് സ്വാഭാവികമായിട്ട് എങ്ങനെയിരിക്കും? 1 വർഷത്തിൽ താഴെയായിരിക്കും. അതായത് 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ളതും പണപരമായത് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഹ്രസ്വകാല ഫണ്ടുകൾക്കുള്ള വിപണിയെയാണ് നമ്മൾ പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഉയർന്ന ലിക്വിഡിറ്റി ഉള്ളതും നഷ്ടസാധ്യത കുറഞ്ഞതും ഈടില്ലാത്തതുമായ ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ വ്യാപാരമാണ് മണി മാർക്കറ്റിൽ നടക്കുന്നത്. ഉയർന്ന ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നഷ്ടസാധ്യത കുറഞ്ഞത് അല്ലെങ്കിൽ റിസ്ക് താരതമ്യേന കുറവായതും അതുപോലെ തന്നെ ഈടില്ലാത്തതുമായിട്ടുള്ള ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ വ്യാപാരമാണ് മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് അല്ലെങ്കിൽ ഹ്രസ്വകാല ഫണ്ടുകളുടെ ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ്സ് അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ടുള്ള അസറ്റുകളായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഹൂസ് പീരിയഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 year. 1 വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ കാലാവധിയുള്ളത്, 1 വർഷമോ അതിൽ താഴെയോ കാലാവധിയുള്ള
പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകൾക്കുള്ള വിപണിയെയാണ് നമ്മൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറയാം. ഷോർട്ട് ടേം ഫണ്ട് അല്ലെങ്കിൽ ഹ്രസ്വകാല ഫണ്ടുകളുടെ മാർക്കറ്റിനെയാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്നുള്ളത് അപ് ടു 1 ഇയർ ആണ്. ദീസ് അസറ്റ്സ് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ മണി. പണത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഹ്രസ്വകാല കട ഉപകരണങ്ങളാണ് പണവിപണിയിൽ പ്രധാനമായിട്ടുണ്ടാവുന്നത്. അതായത് ലിക്വിഡിറ്റി താരതമ്യേന കൂടുതലുള്ളതും നഷ്ടസാധ്യത കുറഞ്ഞതും ഈടില്ലാത്തതുമായിട്ടുള്ള ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ വ്യാപാരമാണ് മണി മാർക്കറ്റിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ്. ഫീച്ചേഴ്സ് ഓഫ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ പണവിപണിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മാർക്കറ്റ് വെയർ ലോ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ആക്റ്റീവ്ലി ട്രേഡഡ്. അതായത് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ താരതമ്യേന ലോ ഡെപ്റ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ലോ ഡെപ്റ്റ്, അതായത് ലോ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കടം, അതായത് കുറഞ്ഞ കടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹ്രസ്വകാല കടം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീട്ടാൻ കഴിയുന്ന കട ഉപകരണങ്ങളുടെ ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ പ്ലേസോ ഇല്ല. ഒരു മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക പ്ലേസോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മേഖലയോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നല്ല മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി കണ്ടക്റ്റഡ് ഓവർ ദ ടെലഫോൺ ആൻഡ് ത്രൂ ദ ഇൻ്റർനെറ്റ്. ടെലഫോണിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നവീന മാധ്യമത്തിൽ കൂടെയോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി കണ്ടക്റ്റഡ് ഓവർ ദ ടെലഫോൺ. ടെലഫോണുകൾ വഴിയോ ഇൻ്റർനെറ്റ് മുഖേനയോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, മേജർ പാർട്ടിസിപ്പൻസ് ഓഫ് മണി മാർക്കറ്റ്സ് ആർ. മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലാർജ് കോർപ്പറേറ്റ് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട്സ് എന്നിവയാണ്. അപ്പോൾ ഒരു മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, രണ്ടാമത്തേത് കൊമേഴ്സ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ, മൂന്നാമത്തേത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ബാങ്കുകളല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങൾ. അടുത്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ലാർജ് കോർപ്പറേറ്റ് ഹൗസസ് അല്ലെങ്കിൽ ഉയർന്ന കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയാണ് പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത് പറയുന്നത് മണി മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് ദ റൈസിംഗ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ഫോർ മീറ്റിംഗ് ദ ടെമ്പററി ഷോർട്ടേജസ് ഓഫ് ക്യാഷ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആൻഡ് ദ ടെമ്പററി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എക്സസ് ഫണ്ട് ഫോർ ഏണിംഗ് റിട്ടേൺസ്. അതായത് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എനേബിൾസ് ദ റൈസിംഗ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്, അതായത് ഹ്രസ്വകാല ഫണ്ടുകളുടെ റൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ മീറ്റിംഗ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മീറ്റിംഗ് ദ ടെമ്പററി ഷോർട്ടേജസ് ഓഫ് ക്യാഷിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഷോർട്ടേജസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ആൻഡ് ദ ടെമ്പററി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എക്സസ് ഫണ്ട് ഫോർ ഏണിംഗ് റിട്ടേൺസ്. അധികമുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ മാർക്കറ്റിന് കൂടുതലുള്ള ഫണ്ടുകൾ കുറഞ്ഞ പ്രദേശത്തേക്ക് റിട്ടേൺസിന് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സോ മണി മാർക്കറ്റ് എനേബിൾസ് ദ റൈസിംഗ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സുകളുടെ റൈസിങ്ങിനെ എനേബിൾ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫോർ മീറ്റിംഗ് ദ ടെമ്പററി ഷോർട്ടേജസ് ഓഫ് ക്യാഷിൻ്റെ താൽക്കാലികമായിട്ടുള്ള ഷോർട്ടേജസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ആൻഡ് ഒബ്ലിഗേഷൻസ് ആൻഡ് ദ ടെമ്പററി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എക്സസ് ഫണ്ട് അല്ലെങ്കിൽ അധികമുള്ള ഫണ്ടുകളുടെ ടെമ്പററി ഡിപ്ലോയ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടോ, ഫോർ ഏണിംഗ് ദ റിട്ടേൺസ് ഏൺ ചെയ്യാൻ വേണ്ടി എക്സസ് ഫണ്ടുകളുടെ താൽക്കാലികമായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റിനു വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റുകളാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ലോ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ആക്റ്റീവ്ലി ട്രേഡഡ്, അല്ലെങ്കിൽ ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ലൊക്കേഷൻ, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇല്ല, ഒരു പ്രദേശമില്ല. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി കണ്ടക്റ്റഡ് ഓവർ ദ ടെലഫോൺ ആൻഡ് ത്രൂ ദ ഇൻ്റർനെറ്റ്. ടെലഫോണുകൾ മുഖേനയോ ഇൻ്റർനെറ്റിലൂടെയോ കണ്ടക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മേജർ പാർട്ടിസിപ്പൻസ് ഓഫ് മണി മാർക്കറ്റ് ആർ. മണി മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്ക്സ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്,
സ്റ്റേറ്റ് ഗവൺമെൻറ്, ലാർജ് കോർപ്പറേറ്റ് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട്സ് എന്നിവയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വാണിജ്യ ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, ലാർജ് കോർപ്പറേറ്റ് ഹൗസസ്, മ്യൂച്വൽ ഫണ്ട്സ് എന്നിവയാണ്. ഇറ്റ് എനേബിൾസ് റൈസിംഗ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് അല്ലെങ്കിൽ ഹ്രസ്വകാല ഫണ്ടുകളുടെ റൈസിംഗ് നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നോക്കാം. അപ്പോൾ മണി മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഇനി അടുത്തത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നോക്കാം. The term capital market refers to facilities and institutional arrangements through which long-term funds, both debt and equity, are raised and invested. അതായത് മൂലധന വിപണി എന്ന് പറഞ്ഞാൽ ഡെപ്റ്റും ഇക്വിറ്റിയും സമാഹരിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയെയാണ് നമ്മൾ മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെപ്റ്റും ഇക്വിറ്റിയും സമാഹരിക്കുന്നതിന്, സ്ഥാപനത്തിൻ്റെ ഡെപ്റ്റും ഇക്വിറ്റിയും സമാഹരിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയെയാണ് മൂലധന വിപണി അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂലധന വിപണിയെ നമുക്ക് പ്രാഥമിക വിപണി എന്നും ദ്വിതീയ വിപണി എന്നും രണ്ടാക്കി തിരിക്കാം. പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് എന്നും ദ്വിതീയ വിപണി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്നും രണ്ടാക്കിയിട്ട് നമുക്ക് തിരിക്കാം. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഫേഴ്സ് ടു ഫെസിലിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ത്രൂ വിച്ച് ലോങ് ടേം ഫണ്ട്സ്, ബോത്ത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ആർ റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ദീർഘകാല ഫണ്ടുകളായിട്ടുള്ള ഡെപ്റ്റും ഇക്വിറ്റികളും റേസ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റുകളോട് കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ മൂലധന വിപണിയുടെ പ്രത്യേകത എന്തൊക്കെ നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ. ഫസ്റ്റ് വൺ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ചാനൽസ് ത്രൂ വിച്ച് സേവിങ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആർ മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ആൻഡ് ഫോർ ദ പബ്ലിക് ഇൻ ജനറൽ. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ചാനൽസ് ത്രൂ വിച്ച് സേവിങ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ സേവിങ്സ് എന്നുള്ളത് ആർ മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ആൻഡ് ഫോർ ദ പബ്ലിക് ഇൻ ജനറൽ. സേവിങ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ സേവിങ്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസുകൾക്ക് വേണ്ടി മാറ്റിയെടുക്കുകയും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്സിന് വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മേജർ പാർട്ടിസിപ്പൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒന്ന് ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകൾ അല്ലെങ്കിൽ വികസന ബാങ്കുകൾ, രണ്ടാമത്തേത് കൊമേഴ്സ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ, മൂന്നാമത്തേത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ ഓഹരി വിപണികൾ. ഇപ്പോൾ ഏതൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ വികസന ബാങ്കുകൾ, കൊമേഴ്സ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ ഓഹരി വിപണികൾ. ഇവർ മൂന്ന് പേരുമാണ് പ്രധാനപ്പെട്ട ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമുക്ക് പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി എന്നും സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണി എന്നും രണ്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹിയർ ഫിനാൻസ് ഈസ് അവൈലബിൾ അറ്റ് റീസണബിൾ കോസ്റ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരു ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് അല്ലെങ്കിൽ പണം എന്നുള്ളത് അവൈലബിൾ അറ്റ് റീസണബിൾ കോസ്റ്റ്, കുറഞ്ഞ ചിലവിൽ നമുക്ക് പണം ലഭ്യമാക്കി തരുന്ന ഒരു മാർക്കറ്റാണ് ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ എൻ ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വൺ വേർ ഫിനാൻസ് ഈസ് അവൈലബിൾ അറ്റ് റീസണബിൾ കോസ്റ്റ്. ധനം കുറഞ്ഞ കോസ്റ്റിൽ അവൈലബിൾ ആക്കി തരുന്ന ഒരു മാർക്കറ്റാണ് ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ, ദ പ്രോസസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് എ വെൽ ഫങ്ഷനിങ് ക്യാപിറ്റൽ മാർക്കറ്റ്. വെൽ ഫങ്ഷനിങ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് സാധ്യമാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക വികസനം സാധ്യമാക്കി തരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് ഒരു വെൽ ഫങ്ഷനിങ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ചാനൽസ് ത്രൂ വിച്ച് സേവിങ്സ് ഓഫ് കമ്മ്യൂണിറ്റി ആർ മെയ്ഡ് അവൈലബിൾ ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എൻ്റർപ്രൈസസ് ആൻഡ് ഫോർ ദ പബ്ലിക് ഇൻ ജനറൽ. സെക്കൻഡ് വൺ, capital market consists of major participants are
ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. മൂന്നാമത്തത് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിപണി, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ദ്വിതീയ വിപണി. നെക്സ്റ്റ് വൺ, an ideal capital market is one where finance is available at reasonable cost. ഒരു ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് അല്ലെങ്കിൽ ധനം എന്നുള്ളത് കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ റീസണബിൾ കോസ്റ്റിൽ അവൈലബിൾ ആക്കി തരുന്ന ഒരു മാർക്കറ്റാണ് ഒരു ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് എ വെൽ ഫങ്ഷനിങ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു വെൽ ഫങ്ഷനിങ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസോടുകൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണി എന്ന് പറഞ്ഞു. ധനകാര്യ വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. 10ാമത്തെ ചാപ്റ്ററാണ് ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ 10ാമത്തെ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളതാണ് ആദ്യം വരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ധനകാര്യ വിപണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ദ ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റുകൾ അല്ലെങ്കിൽ ധനകാര്യ ആസ്തികളുടെ ക്രിയേഷനും എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് എക്സിസ്റ്റ് ഓഫ് ഹൗസ് ഹോൾഡ്സ് വിച്ച് സേവ് ഫണ്ട്സ് ആൻഡ് ബിസിനസ് ഫേംസ് വിച്ച് ഇൻവെസ്റ്റ് ദീസ് ഫണ്ട്സ്. ഫണ്ടുകൾ സേവ് ചെയ്യുന്ന ഹൗസ് ഹോൾഡുകളും അതുപോലെ തന്നെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ് ഫേമുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് ഇറ്റ് ഹെൽപ്സ് ദ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സേവേഴ്സും ഇൻവെസ്റ്റേഴ്സും തമ്മിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ മൊബിലൈസിങ് ഫണ്ട്സ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള ഫണ്ടുകൾ മൊബിലൈസ് ചെയ്തിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്. രണ്ടാമത്തത് ഫെസിലിറ്റേറ്റിംഗ് പ്രൈസ് ഡിസ്കവറി. മൂന്നാമത്തത് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്സ്. നാലാമത്തത് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മണി മാർക്കറ്റും പിന്നെ ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റും. മണി മാർക്കറ്റിൽ തന്നെ ഡെപ്റ്റും ഇക്വിറ്റിയും വരുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി തിരിക്കുന്നുണ്ട്. പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലും എന്ത് വരുന്നുണ്ട്? കടമായി വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്, സ്വന്തമായി സമാഹരിച്ചതും വരുന്നുണ്ട്. സെക്കൻഡറി മാർക്കറ്റിലും ഡെപ്റ്റും ഇക്വിറ്റിയും വരുന്നുണ്ട്. ഇനി എന്താണ് മണി മാർക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. മണി മാർക്കറ്റ് എന്നതെന്ന് നമ്മൾ പറഞ്ഞു. മണി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ് വിച്ച് ഡീൽസ് ഇൻ മോണിറ്ററി അസറ്റ്സ് ഹൂസ് പീരിയഡ് ഓഫ് മെച്യൂരിറ്റി ഈസ് അപ് ടു 1 year. അതായത് ഒരു വർഷമോ അതിൽ താഴെയോ കാലാവധിയുള്ള പണപരമായ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഹ്രസ്വകാല ഫണ്ടുകൾക്കുള്ള വിപണിയെയാണ് നമ്മൾ പണവിപണി അല്ലെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഉയർന്ന ലിക്വിഡിറ്റി ഉള്ളതും നഷ്ടസാധ്യത കുറഞ്ഞതും ഈടില്ലാത്തതുമായ ഹ്രസ്വകാല കട ഉപകരണങ്ങളുടെ വ്യാപാരമാണ് മണി മാർക്കറ്റിൽ പ്രധാനമായും നടക്കുന്നത്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വേർ ലോ റിസ്ക് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ആക്റ്റീവ്ലി ട്രേഡഡ്. അല്ലെങ്കിൽ നഷ്ടസാധ്യത കുറഞ്ഞ കട ഉപകരണങ്ങളാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. പിന്നെ അതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ ലൊക്കേഷനൊന്നുമില്ല. ടെലഫോണിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയാണോ ഇതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നത്. ഇനി ഇതിലെ മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കൊമേഴ്സ്യൽ ബാങ്കുകൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലാർജ് കോർപ്പറേറ്റ് ഹൗസസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ്. പിന്നെ അടുത്തത് ഇറ്റ് എനേബിൾസ് ദ റേസിംഗ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ഫോർ മീറ്റിംഗ് ദ ടെമ്പററി ഷോർട്ടേജസ് ഓഫ് ക്യാഷ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആൻഡ് ദ ടെമ്പററി ഡിപ്ലോയ്മെൻറ്റ് ഓഫ് എക്സസ് ഫണ്ട് ഫോർ ഏർണിംഗ് റിട്ടേൺസ്. ഇനി എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വിച്ച് റെഫേഴ്സ് ടു ഫെസിലിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ത്രൂ വിച്ച് ലോങ് ടേം ഫണ്ട്സ് ബോത്ത് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആർ റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. അതായത് ഡെപ്റ്റും ഇക്വിറ്റിയും സമാഹരിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളും സ്ഥാപനങ്ങളും അടങ്ങിയ വിപണിയെയാണ് നമ്മൾ മൂലധന വിപണി എന്ന് പറയുന്നത്. മൂലധന വിപണിയെ നമുക്ക് പ്രാഥമിക വിപണിയെന്നും ദ്വിതീയ വിപണിയെന്നും രണ്ടാക്കിയിട്ട് തിരിക്കാം. ഇനി പണം വിനിയോഗിക്കലിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഗാർഹിക മേഖലയ്ക്ക് ഉയർന്ന നിരക്കിൽ വരുമാനം നൽകും. ദുർലഭമായ വിഭവങ്ങൾ ഉൽപ്പാദനക്ഷമത ഉയർന്ന സ്ഥാപനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യും. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രത്യേകതകളും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ചാനൽസ് അല്ലെങ്കിൽ സീരീസ് ഓഫ് ചാനൽസുകൾ അടങ്ങിയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിലെ മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. വികസന ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്.
ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻസ് ഈസ് അവൈലബിൾ അറ്റ് റീസണബിൾ കോസ്റ്റ്. ധനം കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആക്കി തരുന്ന ഒരു മാർക്കറ്റാണ് ഐഡിയൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഫെസിലിറ്റേറ്റ് ചെയ്തത് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് എ വെൽ ഫങ്ഷണിങ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു വെൽ ഫങ്ഷണിങ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വികസനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.